ഗുഡ് ആഫ്റ്റർനൂൺ വ്യൂസ്. ഇന്ന് മാർക്കറ്റ് വളരെ നല്ല മൂവ് ചെയ്ത് രണ്ട് ദിവസമായിട്ട് മാർക്കറ്റ് നല്ല ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ 23-ാം തീയതി ആയി. ഇനിയിപ്പം ഫ്രൈഡേ ആണ്, രണ്ട് എക്സ്പയറി ആണ് നെക്സ്റ്റ് വീക്ക്. സോ ഞാൻ പറഞ്ഞിരുന്നു മാർക്കറ്റിൽ 24,500 വിൽ ബൈ, 25,200 വിൽ സെൽ എന്നുള്ള കാര്യം. സോ യെസ്റ്റർഡേ വാസ് എൻ ഓപ്പർച്യൂണിറ്റി ടു ബൈ. ഇന്നിപ്പം രണ്ട് സൈഡിലും ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. യു ക്യാൻ സെൽ ചെയ്യാനും ബൈ ചെയ്യാനുള്ള രണ്ട് ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. ഇന്നിപ്പം മാർക്കറ്റിൽ നിന്ന് പ്രോഫിറ്റ് എടുക്കുന്നത് നല്ലത്. കാരണം വെച്ചാൽ മാർക്കറ്റ് ഈസ് വെരി അൺസർട്ടൺ. കാരണം വലിയൊരു കാര്യം പറയുക ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ദർ വിൽ ബി എ സ്ട്രൈക്ക് ഫ്രം ഇസ്രയേൽ ടു ഇറാനിയൻ ന്യൂക്ലിയർ വെപ്പൺസിൽ ഒരു സ്ട്രൈക്ക് എനി ടൈം ഇസ്രയേലിനടുക്ക് ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ ഈ ഗോൾഡ് ഈസ് എക്സ്പെക്റ്റഡ് ടു റൈസ് ഫർദർ ടുവേർഡ്സ് $3,370. ഈ ഗോൾഡ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ ദിവസവും. അതുപോലെ സിൽവർ പ്രൈസും കൂടുകയും. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ മാർക്കറ്റ് കുറയാനുള്ള രണ്ട് പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ, ഒന്ന് മൂഡി US-നെ ഡൗൺഗ്രേഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ മൂഡി എന്ന് വെച്ചാൽ ലോകത്തിലെ ഏറ്റവും വലിയ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസ് ആണ്. അത് US-നെ ഡൗൺഗ്രേഡ് ചെയ്ത് അവർ പറയുന്നത് US-ലെ ഈ ബോണ്ടിനൊന്നും ഇപ്പം വളരെ ലോ ആപ്പിറ്റേറ്റാണ്. മെയിൻലി ഇത് വാങ്ങിക്കുന്നത് ചൈനയായിരുന്നു. ഇപ്പോൾ ചൈന ഒന്നും വാങ്ങിക്കുന്നില്ല US ബോണ്ട്സ്, US അസറ്റ്സ് ആൾക്കാർ വാങ്ങിക്കുന്നില്ല. അത് വലിയൊരു പ്രധാനപ്പെട്ട കാരണം. രണ്ടാമത്തെ കാരണം വെച്ചാൽ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു അയാൾ ടാക്സ് കട്ട് ചെയ്യാൻ പറയുന്നത്, ടാക്സ് കട്ട് ചെയ്യാൻ പോകാമെന്ന് പറയുന്നത്. അപ്പോൾ ടാക്സ് കട്ട് ചെയ്യുന്ന സമയത്ത് അതിന് US ഡോളറിൻ്റെ വാല്യൂ വളരെ കുറയും. US ഡോളറിൻ്റെ വാല്യൂ കുറയുന്ന സമയത്ത് ഗോൾഡ് പ്രൈസ് പിന്നെയും കൂടാനാണ് സാധ്യത. പിന്നെ ഗോൾഡ് പ്രൈസ് വേറൊരു കാരണം കൂടാനില്ല. ഇസ്രായേൽ അഥവാ ഇറാനിൽ സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഗോൾഡ് പ്രൈസ് വിൽ ഷൂട്ട് അപ്പ് അഗെയിൻ. കാരണം പീപ്പിൾ ആർ ഗോയിങ് ഫോർ സേഫ് ഹെവൻസ്. കറൻസി ഡിപ്രീഷിയേറ്റ്. ഓൾമോസ്റ്റ് മിഡിൽ ഈസ്റ്റിലെ എല്ലാ കൺട്രിയിലും കറൻസി ഉണ്ടോ എന്ന് എനിക്ക് സംശയം. വാട്ട് ഈസ് എ കറൻസി ഇൻ ഇറാഖ്, വാട്ട് ഈസ് എ കറൻസി ഇൻ ഇറാൻ, വാട്ട് ഈസ് എ കറൻസി ഇൻ ലിബിയ, വാട്ട് ഈസ് എ കറൻസി ഇൻ യമൻ, പാലസ്തീൻ. ഇതുപോലുള്ള കൺട്രികളൊന്നും കറൻസിൻ്റെ വാല്യൂ ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്ക് അവിടെ പോയാൽ അറിയാൻ പറ്റുന്ന കാര്യങ്ങൾ. സോ കറൻസി വാല്യൂ വിൽ ഗോ ആൻഡ് സിൽവർ പ്രൈസ് ഓൾസോ വിൽ ഗോ അപ്പ്. അപ്പോൾ സിൽവർ എക്സ്പെക്ട് ചെയ്യുന്നത് 99,500 അടുത്ത് റുപ്പീസിലാണ് സിൽവർ പോകാൻ പോകുന്നത്. അത് 97 വരെ പോകുമെന്ന് പറയുന്നത്. അതുപോലെ ഗോൾഡിൻ്റെ പ്രൈസിനെ കുറിച്ച് പറഞ്ഞു വെച്ചാൽ ഗോൾഡ് 96,123, ഓൾമോസ്റ്റ് 1 ലാഖിൻ്റെ അടുത്ത് പോകാൻ സാധ്യതയുണ്ട് ഗോൾഡിൻ്റെ പ്രൈസ്. ഇതാണ് ഗോൾഡിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. പിന്നെ അമേരിക്കയിൽ വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പം ഡൊണാൾഡ് ട്രംപ് ജൂണിൽ അയാളെ ബർത്ത്ഡേ വരാൻ പോകുന്നത്. ആ ജൂണിൽ തന്നെയാണ് അമേരിക്കയിലെ സോൾജിയേഴ്സിൻ്റെ ഒരു ഡേ വരാൻ പോകുന്നത്. അപ്പോൾ ഈ സോൾജിയേഴ്സ് ഡേ അയാളൊരു വലിയൊരു മിലിറ്ററി പരേഡ് നടത്താൻ പോകുന്നുണ്ട്. ഈ പരേഡിലാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത് വെച്ചാൽ അയാളെ ബർത്ത്ഡേ ആഘോഷിക്കാൻ പോകുന്നത്. സോ ഇറ്റ് വിൽ ബി എ ബർത്ത്ഡേ ഇവൻറ്റ് ഓർ എ മിലിറ്ററി പരേഡ് ഇവൻറ്റ് എന്നുള്ള കാര്യം നമുക്ക് അത് വലിയൊരു കോൺട്രവേഴ്സി ആയിട്ടുണ്ട്. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട പ്രശ്നം, ഇയാൾ ഇനിയിപ്പം പറയുന്നത് ഇസ്രയേലിന് കൊടുത്ത അയൺ ഡോമിൻ്റെ ടെക്നോളജിയൊക്കെ ഞങ്ങളത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. സോ വി ക്യാൻ ബിൽഡ് ബെറ്റർ മിസൈൽ ഷീൽഡ് സിസ്റ്റം. അതുകൊണ്ട് ഗോൾഡൻ ഡോം എന്ന് പറഞ്ഞൊരു പുതിയൊരു അയൺ മിസൈൽ ഷീൽഡ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇൻ്റർ കോണ്ടിനെൻ്റൽ ബാലിസ്റ്റിക് മിസൈൽ ചൈനയോ റഷ്യയോ തൊടുത്ത് വിട്ട് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എയറിൽ വെച്ച് തന്നെ അതിനെ ഇൻ്റർസെപ്റ്റ് ചെയ്യാൻ പറ്റും. സോ ഇതൊക്കെ ചെയ്യുന്നത് മെയിൻലി സാറ്റലൈറ്റ് വെച്ചിട്ടാണ്. സോ അതിൻ്റെ ഈ സാറ്റലൈറ്റിൻ്റെ മെയിൻ ടെക്നോളജിയും സാറ്റലൈറ്റ് ഇപ്പോൾ എല്ലാം പ്രൈവറ്റൈസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ISRO പോലെ ഗവൺമെൻറ് ഓർഗനൈസേഷൻ അവിടെ പെട്ട ഇയാളെ കമ്പനിയാണ് ഇത് ബാറ്ററി പോലെ ഇത് ഇലക്ട്രിക് വെഹിക്കിൾ ഉണ്ടാക്കുന്ന ടെസ്ലാൻ്റെ കമ്പനിയാണ് അത് ചെയ്യുന്നത്. എലോൺ മസ്കിൻ്റെ കമ്പനിക്കാണ് കോൺട്രാക്ട് പോകാമെന്ന് പറയുന്നത് കേൾക്കുന്നത്. അതുപോലെ റോക്കറ്റ് മാർട്ടിനും മെയിൻ കോൺട്രാക്ട് പോകുന്നുണ്ട്. ഞാനും പേർക്ക് ഇന്ത്യയിൽ എന്തുകൊണ്ട് ഇതുപോലെ നമുക്കും ഇതുപോലെ ISRO സാറ്റലൈറ്റ് ഉണ്ട്, മിസൈൽസ് ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്. നമ്മളെ ഇവിടെ കുറേ ലോകപ്രശസ്തമായ കുറേ സയൻറ്റിസ്റ്റുകളുണ്ട്. ഇവർക്കൊന്നും വി ക്യാൻ ഓൾസോ മേക്ക് സം ടൈപ്പ് ഓഫ് മിസൈൽ ഷീൽഡ് സിസ്റ്റം ആൻഡ് സെൽ ടു അതർ കൺട്രീസ് ഓൾസോ. സോ ദിസ് ഈസ് ഇൻ ഗുഡ് ഡിമാൻഡ്. ഇപ്പോൾ ട്രംപ് അതിന് വലിയ പൈസ ചിലവാക്കുന്ന പറയുന്നത്. അതുകൊണ്ട് അമേരിക്കൻ്റെ ഫിസിക്കൽ ഡെഫിസിറ്റ് കൂടി വരെ ഡെപ്റ്റ് കൂടി 3 ട്രില്യൺ 5 ട്രില്യണിലേക്ക് അമേരിക്കൻ്റെ ഡെപ്റ്റ് കൂടുകയെന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് നോട്ട് ഗുഡ് ഫോർ ദി വേൾഡ് എക്കണോമി ഓൾസോ. അതിപ്പോൾ വലിയൊരു പ്രശ്നമാണ് അമേരിക്കയിലുണ്ടാകുന്നത്. സോ എനിവേ ദിസ് ഈസ് വാട്ട് ഐ വാണ്ട് ടു സേ. സോ നെക്സ്റ്റ് വീക്ക് മാർക്കറ്റ് വളരെ വോളറ്റൈലാകാൻ സാധ്യതയുണ്ട്. വളരെ വോളറ്റൈലായിരിക്കും. നെക്സ്റ്റ് വീക്ക് ഈസ് എക്സ്പയറി ഡേ. സോ ലെറ്റ് us വെയിറ്റ്. ഇൻട്രാഡേ ട്രേഡ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. താങ്ക് യു വെരി മച്ച് ഫോർ ബീയിങ് മൈ ചാനൽ. I wish you a happy weekend and please do subscribe my channel.